രാധ തന്റെ വീടിന്റെ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. തൊട്ടടുത്ത് അവരുടെ മകൻ, മരുമകൾ, ഭർത്താവിന്റെയും ഫോട്ടോ ഉണ്ടായിരുന്നു. അവർ തന്റെ കൈകൊണ്ട് ആ ഫോട്ടോ തൊട്ടുനോക്കി. അവരുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. രാധ ആ ഗ്രാമത്തിലെ ഒരു വയസ്സായ സ്ത്രീയാണ്. അവരുടെ കുടുംബത്തിലുള്ളവർ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഒരു സംഭവത്തിൽ മരിച്ചുപോയി. കുറച്ചു സമയത്തിന് ശേഷം രാധ ആറ്റിൻകരയിലേക്ക് ചെന്നു. അപ്പോഴാണ് ആ ഗ്രാമത്തിലുള്ള ഒരാൾ, രാംലാൽ, അവളുടെ അടുത്തേക്ക് വന്നു നോക്കിയത്. രാധ, നീ പുഴയിലിരുന്ന് വള്ളം എടുക്കരുത്. നീ അതിഷ്ടമില്ലാത്തവളാണ്. നിന്റെ ഭർത്താവ്, മകൻ, മരുമകളെ കൊന്നുകളഞ്ഞു. ഇപ്പൊ നീ കാരണം കൊണ്ട് ഈ ഗ്രാമത്തെ നശിപ്പിക്കാനാണ് വിചാരിക്കുന്നത്. രാംലാൽ, എന്റെ കുടുംബത്തിലുള്ളവരൊരു സംഭവത്തിൽ മരിച്ചുപോയി. ഇതിൽ എന്റെ തെറ്റെന്താണ്? ഞാൻ ഈ ഗ്രാമത്തിലുള്ളവളാണ്. എനിക്കും ഇവിടെ വെള്ളമെടുക്കാൻ അവകാശമുണ്ട്. നീ പുഴയിൽ നിന്ന് വള്ളം എടുക്കണത് എനിക്ക് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. നീ അങ്ങനെ ചെയ്താൽ ഞാൻ ജമീന്ദാറിന്റെ അടുത്തേക്ക് ചെന്ന് നിന്നെക്കുറിച്ച് പരാതി നൽകും. രാധ ദേഷ്യത്തോടെ തന്റെ ബക്കറ്റ് അവിടെ തന്നെ വിട്ടിട്ട് ജമീന്ദാറിന്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. ജമീന്ദാർ സാറേ, നമ്മുടെ ഗ്രാമത്തിലുള്ളവർ പുഴയിൽ നിന്നും വെള്ളം എടുക്കരുതെന്ന് എന്നെ തടയുന്നു. ഇതൊട്ടും ശരിയല്ല. ഗ്രാമത്തെ ജനങ്ങൾ എന്തു പറയുന്നു അതെല്ലാം ഞാനാണ് പറയിപ്പിച്ചത്. പിന്നെ എനിക്കും ഈ കാര്യം തന്നെയാ തോന്നുന്നത്. നീ അതിഷ്ടമില്ലാത്തവളാണ്. അതുകൊണ്ട് ആ പുഴയിലിരിക്കുന്ന വെള്ളം എടുക്കാൻ നിനക്ക് അനുവാദവും ഇല്ല. പക്ഷേ എനിക്ക് എന്റെ വീട്ടിലേക്ക് വരുന്ന വെള്ളം നിന്നുപോയി പ്രഭു. അതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ എന്റെ ജോലിക്കാരെ വിളിച്ച് നിന്നെ ഇവിടുന്ന് പുറത്താക്കണത് മുമ്പ് തന്നെ നീ തന്നെ ഇവിടുന്ന് പൊയ്ക്കോ. രാധയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പുറത്തേക്ക് പോയി. രാധ ആ ഗ്രാമത്തിലെ ഓരോ വീടിന്റെ കതകും തട്ടി. പക്ഷെ അവളെ ആരും സഹായിച്ചില്ല. രാധ, ഞങ്ങളോട് ക്ഷമിക്കണേ. ജമീന്ദാറിനെ എതിർത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. ഒരുപക്ഷെ ഞാൻ നിങ്ങൾക്ക് വള്ളം തന്നാ ജമീന്ദാർ എന്നെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കും. രാധ വളരെ വിഷമത്തോടെ ആ ഗ്രാമത്തിൽ നിന്നും ദൂരെ പോയി. അപ്പോഴാണ് പൊക്കമുള്ള ഒരു സാധു അവിടേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കിണ്ടി ഉണ്ടായിരുന്നു. അതിൽ വെള്ളം വെച്ചിരുന്നു. അമ്മേ, നിങ്ങൾ എന്തിനാ കരയുന്നത്? രാധ തന്റെ വിറയ്ക്കുന്ന സ്വരത്തിൽ അവൾക്ക് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. മനുഷ്യര് ഒരുപാട് സ്വാതന്ത്ര്യമായിരിക്കുകയാണ്. വെള്ളത്തിന്റെ മതിപ്പെന്താന്ന് അവർക്ക് അറിയാതെ പോയിരിക്കുകയാണ്. സ്വാമിജി തന്റെ കണ്ണുകൾ മൂടി. എന്നിട്ട് കുറച്ചു സമയം മന്ത്രങ്ങൾ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം രാധയെ നോക്കി. അമ്മേ, നിങ്ങൾ വീട്ടിക്ക് ചെല്ലൂ. ഞാൻ നിങ്ങളുടെ വീട്ടിക്ക് വരാം. രാധ പതുക്കെ പതുക്കെ തന്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. അവളുടെ ശ്രദ്ധയിൽ മൂടപ്പെട്ട മുറി കണ്ടു. അവിടെ നിന്നും ഒരു ചെറിയ വെളിച്ചം പുറത്തേക്ക് വന്നു. ഈ പ്രകാശം എവിടെ നിന്നാ വരുന്നത്? അവൾ പതുക്കെ പതുക്കെ ആ മുറിയുടെ കതകിനടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് തന്റെ കാലിന് താഴെ എന്തോ ഒന്ന് ഇരിക്കുന്നത് അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അവൾ താഴേക്ക് നോക്കി ആകെ അതിശയിച്ചു പോയി. മണ്ണ്! ഈ മണൽ എവിടെ നിന്നാണ് വന്നത്? അവൾ പേടിച്ച് കതക് തുറന്നു. കതക് തുറന്നതും തന്നെ അവളുടെ കണ്ണുകൾ ആശ്ചര്യം കാരണം ഉറഞ്ഞുപോയി. ആ മുറിയുടെ അകത്ത് തറയുമില്ല, ചുമരുകളുമില്ല. ഒരു വലിയ മരുഭൂമി ഉണ്ടായിരുന്നു. ഒരുപാട് ദൂരം വരെ വെറും മണൽ മാത്രമായിരുന്നു. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? എന്റെ വീട്ടിനകത്ത് മരുഭൂമിയിലേക്കുള്ള വാതിലുണ്ടായിരിക്കുന്നു. ഞാനീ കാണുന്നത് വെറും സ്വപ്നമാണോ? അവൾ പതുക്കെ പതുക്കെ അകത്തേക്ക് നടന്നു. അപ്പോഴാണ് ഒരു പ്രകാശത്തോടു കൂടി ആ സാധു അവിടെ പ്രത്യക്ഷപ്പെട്ടത്. സാധു, ഇവിടെ എന്താണ് നടക്കുന്നത്? എന്റെ വീടൊരു മരുഭൂമിയായി മാറിയിരിക്കുന്നു. ഞാൻ അല്ലെങ്കിൽ തന്നെ ദാഹിച്ച് മരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ വീണ്ടും എന്റെ അവസ്ഥ മോശമാക്കി മാറ്റിയല്ലോ. വിഷമിക്കില്ല അമ്മേ, നിങ്ങൾ എന്നോടൊപ്പം വരൂ. സാധു പതുക്കെ പതുക്കെ ആ മരുഭൂമിയിൽ കൂടി നടന്നു ചെന്നു. രാധ തന്നെത്താനെ എന്തോ പുലമ്പിക്കൊണ്ട് അദ്ദേഹത്തിന് പുറകെ നടന്നു. ഒരുപാട് ദൂരം വരെ വെറും മണൽ മാത്രമായിരുന്നു. ഒരുപാട് ദൂരം ചെന്നതിനു ശേഷം അവർ ഒരു വലിയ കുളത്തിനരികിൽ ചെന്നെത്തി. ഇത്ര മനോഹരമായ കുളമോ? ഇത് യഥാർത്ഥമാണോ? ചെല്ലമ്മേ, നിങ്ങളുടെ താകത്തിനെ തീർക്കൂ. രാധ വേഗം ചെന്ന് ആ കുളത്തിന്റെ കരയിലിരുന്നു. എന്നിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി. സാധു, നിങ്ങൾ എന്റെ ദാഹം തീർത്തിരിക്കുകയാണ്. ഈ വെള്ളം അമൃതത്തിനെ പോലെയുണ്ട്.
അമ്മേ, ഇന്ന് തൊട്ട് ഈ പുഴ നിങ്ങൾക്കാണ് സ്വന്തം. ഇപ്പൊ ഈ വെള്ളത്തിന്റെ മുതലാളി നിങ്ങളാണ്. കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിന്റെ ജനങ്ങൾ നിങ്ങളെ തേടി ഇവിടേക്ക് എത്തും. അപ്പൊ അവർക്ക് വെള്ളത്തിന്റെ ശരിക്കത്തെ അർത്ഥം പറഞ്ഞു തരൂ. സാധു പതുക്കെ പതുക്കെ അവിടെ നിന്നും മാഞ്ഞുപോയി. അടുത്ത ദിവസം ഗ്രാമത്തിലെ ജനങ്ങൾ ആ കുളത്തിൽ നിന്നും വെള്ളമെടുക്കാനായി വന്നു. അത് കണ്ടിട്ട് അവർ ഞെട്ടിപ്പോയി. കാരണം ആ കുളം വരണ്ടുപോയി. ചേടാ, ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മളുടെ പുഴ എവിടെ പോയി? കുളത്തിലെ വെള്ളമൊക്കെ വറ്റിപ്പോയല്ലോ. ഇനി നമ്മൾ എന്തു ചെയ്യും? ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ഒന്നിച്ചുകൂടി ഗ്രാമത്തിലെ ജമീന്ദാറിനെ കാണാനെത്തി. രാവിലെ തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ വെള്ളമില്ല. എന്റെ ഭാര്യയും കുട്ടികളും താകത്തോടെയാണ് ഉള്ളത്. എന്താണ് നടക്കുന്നത്? ജമീന്ദാര്, ഈ ഗ്രാമത്തിൽ വെള്ളമില്ലാതെ ജീവിക്കുന്നത് വളരെ കഷ്ടമാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഈ ഗ്രാമത്തിനോട്ട് പുറത്തു പോകേണ്ടി വരും. പക്ഷെ നമ്മളെ എല്ലാ സ്വത്തിനെയും പിന്നെ നമ്മളെ കൃഷിപ്പണിയെല്ലാം ഇവിടെ തന്നെയല്ല ഉള്ളത്. അപ്പോഴാണ് ഒരു വയസ്സായ മുത്തശ്ശി വീട്ടിൽ നിന്നും പുറത്തു വന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് ദൂരെ ഒരു സാധു ഉണ്ടത്രേ. നമ്മൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ ചെന്ന് നോക്കിക്കൂടാ? ഒരുപക്ഷെ അദ്ദേഹം നമ്മളെ സഹായിച്ചാലും സഹായിക്കാമല്ലോ. ഗ്രാമത്തിലെ ജനങ്ങളും ജമീന്ദാറും മാറി മാറി നോക്കി. ആ ജമീന്ദാറും ആ ഗ്രാമത്തിലെ ജനങ്ങളും ആ സാധുവിനെ കാണാൻ ചെന്നു. സ്വാമി, ഞങ്ങളുടെ ഗ്രാമത്തിലിരിക്കുന്ന വെള്ളം വരണ്ടുപോയി. ഞങ്ങളെ രക്ഷിക്കണം. നിങ്ങളുടെ വെള്ളം മരുഭൂമിയിൽ നിങ്ങൾക്ക് കിട്ടും. ഗ്രാമത്തിലെ ജനങ്ങൾ ഞെട്ടിപ്പോയി. മാറി മാറി പിറുപിറുക്കാൻ തുടങ്ങി. ഇദ്ദേഹം എന്താ പറയുന്നത്? മരുഭൂമിയിൽ വെള്ളം എങ്ങനെ കിട്ടുക? സ്വാമി, എന്തു പറയുന്നു ഇത്തിരി തെളിച്ചു പറയൂ. നിങ്ങളുടെ ഗ്രാമത്തിന് താകത്തോടെ ഇരിക്കണം എന്നുള്ള ശാപം കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ ഈ ലോകത്തിന്റെ എവിടെ പോയാലും ശരി, നിങ്ങളുടെ സ്ഥാനത്ത് ഇനി വെള്ളമില്ല. നിങ്ങൾ വെള്ളം തൊടാൻ എപ്പോൾ ശ്രമിച്ചാലും അത് പെട്ടെന്ന് വേറൊരു സാധനമായി മാറിക്കളയും. പക്ഷെ ഞങ്ങൾക്ക് വെള്ളം അത്യാവശ്യമാണല്ലോ. ഞങ്ങൾക്ക് വെള്ളമില്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? നിങ്ങൾക്ക് ഒരുപാട് ദൂരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഗ്രാമത്തില് രാധ എന്ന് പറഞ്ഞ ഒരു വയസ്സായ അമ്മയുണ്ട്. ചെന്ന് അവരിനെ കാണൂ. ഗ്രാമത്തിലെ ജനങ്ങളും ജമീന്ദാറും ഞെട്ടി മാറി മാറി നോക്കി. അവരെല്ലാവരും രാധയുടെ വീട്ടിലേക്ക് ചെന്നു. പക്ഷെ അവരുടെ വീട് പൂട്ടിയിരുന്നു. ജമീന്ദാർ എല്ലാ വശത്തും ചുറ്റി നോക്കി. എന്നിട്ട് ജനാലയിൽ കൂടി നോക്കി. അകത്തൊരു മുറിയിൽ വെളിച്ചം കണ്ടു. എന്താ ഈ അറയിൽ നിന്ന് എങ്ങനെയാ വെളിച്ചം വരുന്നത്? ഗ്രാമത്തിലെ ജനങ്ങൾ കതകു തുറന്നു. പക്ഷെ അകത്തേക്ക് കയറിയതും അവർ ചെന്നെത്തിയത് ഒരു മരുഭൂമിയിലേക്ക്. അവിടെ മുൻപിൽ ഒരു വലിയ കുളമുണ്ടായിരുന്നു. ആ കുളത്തിന്റെ കരയിൽ രാധ ഇരിക്കുകയായിരുന്നു. മനസ്സിലായി, ഈ പുഴ നമ്മുടെ ഗ്രാമത്തിന്റെ തന്നെയാണ്. രാധ, നീയാണ് മായമന്ത്രം ചെയ്തിരിക്കുന്നത്. മാന്ത്രികമോ? ഞാൻ ദാഹത്തോടെ പിടഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ആരും എന്നെ സഹായിച്ചില്ല. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ദാഹിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? പക്ഷേ ജമീന്ദാർ ആ വെള്ളത്തിൽ തൊട്ടതും തന്നെ അദ്ദേഹത്തിന്റെ കൈകൾ പൊള്ളിപ്പോയി. എന്തെങ്ങനെ സംഭവിച്ചത്? രാധ, നമ്മുടെ ജനങ്ങൾക്കെങ്കിലും കുറച്ച് വെള്ളം താ, അല്ലെങ്കിൽ എല്ലാരും താകെടുത്ത് മരിക്കും. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ ആരെങ്കിലും ദാഹിച്ചിരുന്നാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്? ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ നാണിച്ച് തല കുനിച്ചു. അവരൊക്കെ കൈകൂപ്പി രാധയോട് മാപ്പ് ചോദിച്ചു. അപ്പോഴാണ് ഒരു പ്രകാശത്തോടു കൂടി സാധു അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ഇതെല്ലാം ഞാനാണ് ചെയ്തത്. അതായത് ഏതൊരു മനുഷ്യനും അതിഷ്ടമില്ലാത്തവൻ ഇല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണം. രാധന്റെ കുടുംബം അവനെ വിട്ടിട്ട് പോയി കളഞ്ഞു. അതുകൊണ്ട് രാധ എന്ത് കുറ്റം ചെയ്തു? പക്ഷെ നിങ്ങൾ അവർക്ക് വലിയ അന്യായമാണ് ചെയ്യുന്നത്. ഞങ്ങളൊരു വലിയ തെറ്റ് ചെയ്തു സ്വാമി. തെറ്റ് ശരിയാക്കാനായിട്ട് ഒരു വഴി മാത്രമേ ഉള്ളൂ. രാധയ്ക്ക് അവന്റെ മര്യാദനെ തിരിച്ചു തരൂ. ഗ്രാമത്തിലെ ജനങ്ങൾ രാധയെ കൂടെ കൂട്ടിക്കൊണ്ട് ഗ്രാമത്തിലേക്ക് തിരികെ വന്നു. ഗ്രാമത്തിലേക്ക് തിരികെ വന്നതും തന്നെ ആ കുളവും അവിടേക്ക് വന്നു. ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളൊരു അമ്മേനെ പോലെയാണ് രാധ. നിങ്ങളെ ശ്രദ്ധിക്കുന്നത് ഞങ്ങളുടെ എല്ലാവരും കടമയാണ്. ഗ്രാമത്തിലെ ജനങ്ങളും അതേ എന്ന് പറഞ്ഞു. രാധയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു.